രാഹുൽ ഈശ്വർ ഇപ്പോൾ അറസ്റ്റിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. രാഹുൽ ഈശ്വർ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല. അദ്ദേഹം ഈ അറസ്റ്റിന് ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്ത ശേഷം അദ്ദേഹം വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞ് നിരാഹാരത്തിലാണ്. ഇന്ന് അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം വന്നു. സബ് ജയിലിലാണ് അദ്ദേഹത്തിനെ ആദ്യത്തെ ദിവസം റിമാൻഡ് ചെയ്തെങ്കിലും അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്നതുകൊണ്ട് സബ് ജയിലിൽ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതിനാൽ അദ്ദേഹത്തിനെ സെൻട്രൽ ജയിലിലേക്ക്, പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അവിടെ അദ്ദേഹം നിരാഹാരത്തിലാണ്, വെള്ളം മാത്രം കുടിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കേണ്ടിയിരുന്നു. കാരണം പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പോലീസിൻ്റെ കസ്റ്റഡിയിലെ ആവശ്യവുമില്ല, അന്വേഷണത്തിന് ഇദ്ദേഹം സഹകരിച്ചാൽ മാത്രം മതി. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പോലീസ് കസ്റ്റഡിയിലില്ല. അതിനുശേഷം പോലീസ് അത് കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞ് നാളെ 5 മണി വരെ പോലീസ് കസ്റ്റഡി അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ വേണം എന്ന് തന്നെയായിരുന്നു അവരുടെ ഡിമാൻഡ്. അതനുസരിച്ച് കോടതിയിൽ അപേക്ഷ കൊടുത്തുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഈശ്വറിനെ, അദ്ദേഹം നിരാഹാരത്തിലാണെങ്കിലും കോടതിയിൽ ഹാജരാക്കി. അതിനു മുമ്പ് കോട്ടയ്ക്കകം ആശുപത്രിയിൽ കൊണ്ട് അദ്ദേഹത്തിന് പരിശോധന നടത്തി ഇന്നിപ്പം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലായും കൊടുക്കും. കാരണം റിമാൻഡിലാണ്, പോലീസ് അന്വേഷണാർത്ഥമാണ് കസ്റ്റഡി ചോദിക്കുക. ഏറ്റവും മിനിമം എത്ര മണിക്കൂർ വേണം അല്ലെ വേണമെന്ന് ആ രീതിയിൽ കോടതി കൊടുക്കും. എങ്കിലും അദ്ദേഹം നാളെ വ്യാഴാഴ്ച അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലാകും. വെള്ളിയാഴ്ച അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കും. വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്യും. അതേസമയത്ത് ജാമ്യാപേക്ഷ അദ്ദേഹം മൂവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ടോ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പോ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിനകത്ത് അദ്ദേഹം തുടക്കം മുതലേ ചലഞ്ച് ചെയ്യുന്നുണ്ട്. പോലീസ് കള്ളക്കേസാണ് എടുത്തത്, താനൊരു കുറ്റവും ചെയ്തിട്ടില്ല, താൻ ആ വിക്ടിമിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല, അത് മനഃപൂർവ്വം പോലീസ് ഉണ്ടാക്കിയ കഥയാണ് അതുകൊണ്ട് ആണ് അതിനെതിരായിട്ട് താൻ നിരാഹാരം കിടക്കുന്നത്. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ്, പോലീസിനെതിരായിട്ടാണ്. പോലീസ് കള്ളക്കേസാണ് എൻ്റെ പേരിൽ ചാർത്തിയിരിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു ഒഫൻസ് ഞാൻ ചെയ്തിട്ടില്ല, അതെല്ലാവർക്കും ബോധ്യം വന്നിട്ടുണ്ട്. അത് എൻ്റെ ലാപ്ടോപ്പിലുള്ള അതെൻ്റെ വ്യക്തിപരമായ സ്റ്റോറാണ്, അത് പബ്ലിക്കിനെ ഉദ്ദേശിച്ചല്ല. അങ്ങനെ ഒരാൾക്ക് സ്റ്റോർ ചെയ്യുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. എങ്കിലും ജാമ്യത്തിനുള്ള നീക്കം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഇനി ആഹാരം കഴിക്കില്ല, അതുകൊണ്ട് സെൻട്രൽ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകേണ്ടി വരും. അവിടെ 24 മണിക്കൂർ കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവലൊക്കെ താന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. നാളെ ഈ കസ്റ്റഡി കഴിഞ്ഞാൽ ഉടൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം അടുത്ത ദിവസം തന്നെ വെള്ളിയാഴ്ച വൈകിട്ടോ ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പോ ജാമ്യം ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.